കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന നിധി ഹരീഷും സുധീഷുമായി വഴക്കടിക്കുന്നത് കണ്ട് ടെൻഷനോടെ കുറച്ചു സമയം അത് നോക്കി നിന്ന് തൻ്റെ റൂമിൽ കയറി കഥ അടയ്ക്കുന്നുണ്ട്. പിന്നീട് ടെൻഷനോടെ ഇരിക്കുന്ന നികേഷിൻ്റെ അരികിലേക്ക് ഹരീഷ് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛൻ അങ്ങോട്ട് വന്ന്, എന്താടാ ഇത്, കല്യാണം നടക്കുമോ ഇല്ലയോ? ആളുകളുടെ മുന്നിൽ പുതിയ ഷർട്ടിയും വേഷ്ടിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് നടന്നത് വെറുതെ ആവോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട്, എന്താടാ നിങ്ങൾ കാതുപൊട്ടന്മാരാണോ? ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എപ്പോഴും പ്രശ്നക്കാരൻ ഞാനായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? തമ്മി തല്ലി ചാകാൻ നോക്കിയാണോടാ, അതും ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്? നാണമില്ലല്ലോടാ. എന്നെ ഉപദേശിച്ചാൽ മാത്രം പോരാ, സ്വയം നന്നാവണം, ഏഴാങ്കൂലി വിളക്കണകള് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടുന്ന് പോകുന്നുണ്ട്. ടെൻഷനോടെ ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട്, പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏട്ടത്തിയമ്മ ആകെ പേടിച്ച മട്ടുണ്ട്, അവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അവരിവിടെ ഉള്ളപ്പോ എന്തിനാ ഇങ്ങനെ അടിയുണ്ടാക്കുന്നത് എന്ന് നികേഷും അവനോട് ചോദിക്കുന്നുണ്ട്. എടാ, പെട്ടെന്ന് ദേഷ്യം വന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ, ഹരീഷിട്ടൻ എപ്പോഴാ ദേഷ്യം വരാത്തത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഒരു മനസാക്ഷിയും ഇല്ലാതെ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടത്? സുഭാഷേട്ടൻ ഇതൊക്കെ എങ്ങനെയാ നടത്തണേന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം നടത്താൻ നമ്മൾ പറഞ്ഞു, പക്ഷേ ചെലവിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചോ? അത് നിസ്സാരമാണോ? എത്ര രൂപ കടം വാങ്ങിയിട്ടുണ്ടാവുമെന്നറിയോ? അതൊക്കെ ആർക്കു വേണ്ടിയാ? എന്നിട്ട് സുഭാഷേട്ടന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ സഹിക്കാൻ പറ്റിയില്ലെന്ന് ഹരീഷ് പറയുന്നുണ്ട്. സുധീഷേട്ടൻ പറഞ്ഞത് തെറ്റ് തന്നെയാ, അതെനിക്കും തോന്നി എന്ന് നികേഷും പറയുമ്പോൾ, ഒരു പെൺകുട്ടിയെ കൊണ്ട് കയറി വന്നപ്പോ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് പോലും സുഭാഷേട്ടൻ ചോദിച്ചില്ല. സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്തത്. സുധീഷേട്ടന് എല്ലാവരും അയാളെപ്പറ്റി ആലോചിക്കണം, എന്നാൽ അയാൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഈ വീട്ടിൽ മാത്രം സങ്കടം വരാൻ ഒരു തടസ്സവുമില്ല അല്ലേ ഹരീഷേട്ടാ? സന്തോഷം തോന്നുന്ന എന്തൊരു കാര്യവും ഇവിടെ നടക്കാൻ ഒട്ടും എളുപ്പമല്ല. നടക്കില്ല, ഇവിടെ സന്തോഷമുള്ള ഒരു കാര്യവും നടക്കില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. പിന്നീട് ടെൻഷനോടെ റൂമിലിരിക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് സുധീഷ് എത്തുന്നുണ്ട്. അവൻ ചെന്ന് സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ, എന്താടാ ഇത്? ഒരു നല്ല കാര്യം പോലും ഈ വീട്ടിൽ തമ്മിൽ തല്ലാതെയും അടി കൂടാതെയും നടക്കാൻ പാടില്ലല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അവൻ പറഞ്ഞത് സുഭാഷ് ഏട്ടനും കേട്ടതല്ലേ എന്ന് സുധീഷും. എല്ലാവർക്കും മൂക്കിന്റെ തുമ്പത്താണല്ലോ ദേഷ്യം, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനെന്ന് സുഭാഷും. ദേ, പറഞ്ഞതൊക്കെ ശരിയാ. സുഭാഷ് ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനൊരു ആഘോഷത്തിന് തയ്യാറായിട്ടല്ല ഞങ്ങൾ വന്നത്. വരുന്ന വഴിക്ക് മുഴുവൻ നിധി അവളുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞ് കരച്ചിലോട് കരച്ചിലായിരുന്നു. എന്നിട്ട് വന്നു കയറിയപ്പോ കാണുന്നത് ഈ പന്തലും സ്റ്റേജും അലങ്കാരങ്ങളും ഒക്കെയാ. പെട്ടെന്ന് സാരി മാറി വന്ന് ആളുകളുടെ മുമ്പിൽ നിൽക്കാന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെയാ അതൊക്കെ അവളോട് പറയാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാ, പക്ഷേ നിനക്കിതെല്ലാം അറിയാമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഇല്ലെന്ന് ഇപ്പോഴല്ലേ ഞങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾ തിരിച്ചു പോയപ്പോഴേ നിധി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്നാ വല്യച്ഛൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് എത്ര ആളുകളോടാ മറുപടി പറയേണ്ടതെന്ന് അറിയോ? അവസാനം എല്ലാവരുടെയും വായടപ്പിക്കാൻ വേണ്ടി കൂടിയാ ഇങ്ങനെയൊരു മാർഗം കണ്ടെത്തിയത്. അച്ഛനാ ഇങ്ങനെയൊരു റിസപ്ഷന്റെ കാര്യം പറഞ്ഞത്. അതാ നല്ലതെന്ന് എനിക്കും തോന്നി. നാട്ടിലെ ആളുകളുടെ മുമ്പിൽ ചെന്ന് എൻ്റെ അനിയന്റെ കല്യാണമാണ്, വന്നു പങ്കെടുക്കണമെന്ന് എല്ലാവരെയും പോയി വിളിക്കണമെന്ന് തോന്നി. ഒറ്റ ദിവസം കൊണ്ടാണെങ്കിലും എല്ലാം ചെയ്യാനുള്ള കാരണം അതാണ്. സുധീഷേ, ആ കുട്ടി ഇനി മുതൽ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്? ആളുകൾക്കിടയിൽ അവൾക്കൊരു മതിപ്പും മര്യാദയും ഒക്കെ കിട്ടണമെങ്കിൽ വെറുതെ വിളിച്ചു കൊണ്ടുവന്ന് താമസം തുടങ്ങിയാൽ മതിയോ? ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ വേണ്ടേ? നിന്നോട് പറയാതെ ഇതൊക്കെ ചെയ്തത് തെറ്റു തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ മനഃപൂർവ്വമല്ല. അവൻ പറഞ്ഞു എന്നാ ഞാൻ കരുതിയത്. 7 മണിക്കാ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ വന്നു തുടങ്ങി. റിസപ്ഷൻ നടന്നില്ലെങ്കിൽ ചിലവാക്കിയ കാശ് മുഴുവൻ വെറുതെയാവും. അത് പോട്ടെ, ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷേ വിളിച്ചു വരുത്തിയ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും? എടാ, അവരടുത്ത കഥയുണ്ടാക്കാൻ തുടങ്ങും. എടാ നോക്ക്, ഒരു 2 മണിക്കൂർ അവിടെ വന്ന് നിന്നാ മതി. എടാ, ആ കുട്ടിയെ കണ്ടിട്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയി സംസാരിക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ, വേണ്ട, പ്രശ്നമൊന്നുമില്ല, ഞാൻ റെഡിയാവാം. നിധിയോടും റെഡിയാവാൻ പറയാമെന്ന് ഒരു പരുങ്ങലോടെ സുധീഷ് പറയുന്നുണ്ട്. സുഭാഷും ആശ്വാസത്തോടെ, ഓക്കെ, താങ്ക്സ്. ഇത് ഞാനേ അവന്മാരോട് കൂടി ഒന്ന് പറയട്ടെ, അവരും ഹാപ്പിയാവുമെന്ന് പറഞ്ഞ് അനിയന്മാരോട് പറയാനായി പോകുന്നുണ്ട്. ടെൻഷനോടെ കട്ടിലിരുന്ന് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് എത്തുന്നുണ്ട്. അവൻ റൂമിലേക്ക് കയറി ഡോർ അടച്ചുകൊണ്ട് നിധിയുടെ അരികിലേക്ക് ചെന്ന്, ഈ കുട്ടികളെ പോലെ അടിപിടി കൂടുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കാണുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ എനിക്ക് പേടിയാവുന്നു എന്ന് കരച്ചിലൂടെ നിധി പറയുന്നുണ്ട്. അയ്യോ, പേടിക്കാനൊന്നുമില്ല, ഇത് വെറുതെ ഞങ്ങൾ ചേട്ടാനിയന്മാര് തമ്മിലുള്ളൊരു തമാശ. ഈ കല്യാണ വിഷയത്തിൽ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടാവാനുള്ള കാരണം അതാ എന്ന് സുധീഷ് പറയുമ്പോൾ, വഴക്കിന്റെ കാര്യം വിട്, അത് നിങ്ങളുടെ വിഷയം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? റിസപ്ഷൻ നടക്കാൻ പോകുന്നു പറയുന്നു, പന്തൽ കെട്ടുന്നു,
സ്റ്റേജ് ഒരുക്കുന്നു, ആളുകൾ വരുന്നു, പാട്ട് ബഹളം, എന്താ ഇതൊക്കെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്കാണ് ഫേക്ക് മാരേജ്, പക്ഷേ അവർക്ക് അങ്ങനെയല്ല. നിധി, നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചവരാണെന്ന് വിചാരിച്ചാ ഇങ്ങനെയെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോ, നമ്മുടെ കല്യാണത്തെ പറ്റിയുള്ള സത്യം എത്രയും പെട്ടെന്ന് പറയണമെന്നും വെറുതെ അവർക്ക് പ്രതീക്ഷ കൊടുക്കരുതെന്നും എത്ര തവണ ഞാൻ പറഞ്ഞു എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അതിനൊരു സമയം കിട്ടണ്ടേ? നമ്മൾ വന്ന രാത്രിയില് ഞാൻ ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. രാവിലെ എല്ലാവരോടും സമാധാനമായിട്ടൊന്ന് പറയാന്ന് കരുതിയതാ. പക്ഷേ അപ്പോഴാ അയാളുടെ അച്ഛന്റെ വിഷയം വന്നത്. അതിനിടയ്ക്ക് ഇത് പറയാൻ പറ്റുമായിരുന്നോ? പിന്നെ അതിനുശേഷം നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും അവരിതൊക്കെ ചെയ്തു വെക്കുമെന്ന് ഞാൻ അറിഞ്ഞോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇന്നലെ രാത്രി വണ്ടിയിൽ തനിച്ചിരിക്കായിരുന്നില്ലേ? അപ്പൊ ഫോൺ ചെയ്ത് പറയായിരുന്നില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിധി, ഇതെന്റെ ഫാമിലിയാ. ഇവിടുള്ളവരൊക്കെ എന്റെ വീട്ടുകാരും. ഒരു ദിവസം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരാളെ കൂട്ടിക്കൊണ്ടുവരിക, പിറ്റേന്ന് വിളിച്ച് അത് ഫേക്ക് മാരേജ് ആയിരുന്നു, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടെന്ന് പറയാ. അതൊക്കെ അത്ര എളുപ്പമാണോ? ഇനിയിപ്പോ അങ്ങനെ പറയുന്നതിനൊക്കെ ഓക്കെ പറയുന്നവരാണ് എന്റെ വീട്ടുകാരെന്ന് കരുതിയോ? പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെയാ ഫോണിൽ പറയാ? അവരത് താങ്ങുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും ആലോചനയോടെ സമ്മതിച്ചു. എന്നാലും ഇതിനൊക്കെ എങ്ങനെയാ യോജിക്കുക? എന്തിനാ ഇത്ര ആളുകളെ വിളിച്ചു വരുത്തിയത്? എങ്ങനെ അവരെ തിരിച്ചു പറഞ്ഞയക്കും എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതായിപ്പോ പ്രശ്നമായത്. വെറുതെ അവരെ അങ്ങനെ പറഞ്ഞയക്കാനൊന്നും പറ്റില്ല എന്ന് സുധീഷ് പറയുന്ന കേട്ട് പിന്നെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്, ഒരു 2 മണിക്കൂർ വെറുതെ എന്റെ കൂടെ അവിടെ വന്ന സ്റ്റേജിൽ നിന്നൂടെ എന്ന് പരുങ്ങലോടെ സുധീഷ് ചോദിക്കുമ്പോൾ, നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അഭിനയിച്ചതൊക്കെ മതി, ഇനി ഇതിലും മേലെ അഭിനയിക്കാൻ എനിക്ക് വയ്യ എന്ന് നിധി ദേഷ്യത്തോടെ ഒച്ച വെക്കുമ്പോൾ, ഇതിലും മേലെ ഞാൻ എന്ത് പറയാനെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സത്യം പറയണം, ഈ കല്യാണം എങ്ങനെയാ നടന്നെന്ന് പോയി പറയണം എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോൾ, എടോ അത് ഈ നേരത്തെ ഞാൻ എങ്ങനെ പോയി പറയും? അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പോലെ ആവില്ലേ അത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്ക്, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് നിധി പറയുന്നുണ്ട്. ദേ നോക്ക് നിധി, നമ്മുടെ കല്യാണം പോലെ ഇതും ഒരു ഡ്രാമയാണെന്ന് വിചാരിച്ചൂടെ എന്നവൻ വീണ്ടും ചോദിക്കുമ്പോൾ, എനിക്ക് പറ്റില്ല, ഒന്നും എന്നോട് പറയാൻ വേണ്ടെന്ന് നിധി ഒച്ചയെടുക്കുന്നുണ്ട്. ശരി, ഞാനിപ്പോ ഇവിടെ വീട്ടിൽ എന്താ പറയേണ്ടത് എന്ന് സുധീഷ് നിസ്സഹായതയോടെ ചോദിക്കുമ്പോൾ, ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ നടത്തുന്നേ എന്ന് നിധി ഒച്ചയെടുത്ത് ചോദിക്കുമ്പോൾ, സുധീഷ് അവളെ തടഞ്ഞുകൊണ്ട് പതുക്കെ എന്ന് പറയുന്നുണ്ട്. ഏതവസ്ഥയിലാ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് ഇവർക്കൊക്കെ അറിയില്ലേ? എൻ്റെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടുന്ന് പോയത്. അതിനെപ്പറ്റിയൊന്നും ഓർക്ക് പോലും ചെയ്യാതെ ഇങ്ങനൊരു ആഘോഷം ഏർപ്പാടാക്കുകയാണോ ചെയ്യേണ്ടത്? അത്ര വിവരമില്ലേ ഇവിടെ ആർക്കും എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുധീഷ് എന്ന് പുറത്തുനിന്ന് സുഭാഷിന്റെ വിളി വരുന്നുണ്ട്. അകത്തേക്ക് വരാലോ അല്ലേ എന്ന് സുഭാഷ് വിളിച്ച് ചോദിക്കുമ്പോൾ, പിന്നെന്താ ഏട്ടാ, വരാമെന്ന് സുധീഷും. സുഭാഷ് അകത്തോട്ട് കയറി വന്നത് ഡ്രസ്സിന്റെ കവറുകളുമായിട്ടാണ്. അതെ, നിങ്ങൾ 2 പേർക്കും ധരിക്കാനുള്ള ഡ്രസ്സ് തരാൻ മറന്നുപോയി, ഇവിടെ വെച്ചാ മതിയോ എന്ന് ചോദിച്ച് അവിടെയുള്ള മേശമേൽ വെച്ചുകൊണ്ട് പോവാൻ തുടങ്ങിയ സുഭാഷ് വീണ്ടും നിധിയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന്, കുട്ടി, ഇയാളുടെ അച്ഛന് പ്രശ്നമില്ലെന്ന് അറിഞ്ഞതിനു ശേഷമാ ഞങ്ങൾ ഇതൊക്കെ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത് എന്ന് ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിറങ്ങി പോകുന്നുണ്ട് സുഭാഷ്. നിധിയും എന്ത് ചെയ്യണമെന്നറിയാതെ ആ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട്, ഇതെങ്ങോട്ടായി പോകുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ, അത് ആലോചിച്ചു നോക്കിയാ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ചെല്ലുക, സ്റ്റേജിൽ കയറുക, വെറും 2 മണിക്കൂർ അവിടെ ഒന്നിരിക്കുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. പ്ലീസ്, ഒരു കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങിയ ഡ്രാമയാ ഇവിടം വരെ എത്തി ഒരു ഊരാക്കുടുക്കായിരിക്കുന്നത്. രജിസ്റ്റർ മാരേജിന്റെ തലവേദനയിൽ നിന്ന് ഞാൻ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. പ്ലീസ് എന്നോട് വീണ്ടും അഭിനയിക്കാൻ പറയല്ലേ. നമ്മൾ 2 പേരും മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ചാ ഇപ്പൊ കളിക്കുന്നത്. ഇയാളുടെ വീട്ടുകാരെയും എന്റെ വീട്ടുകാരെയും നമ്മൾ ചതിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പോയി സത്യം പറ, നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നെന്ന് പറ എന്ന് നിധി പറയുമ്പോൾ, അത് ഞാൻ എങ്ങനെ അവരോടത് പറയും? അവർക്കിതൊന്നും താങ്ങാൻ പറ്റില്ലെന്ന് സുധീഷും. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ എന്ന് നിധി ചോദിക്കുമ്പോൾ, പറയാം, ഈ റിസപ്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ പറയാം എന്ന് സുധീഷ് പറയുമ്പോൾ, അത് അവർക്ക് കൂടുതൽ വിഷമാവേ ഉള്ളൂ എന്ന് നിധിയും. സുധീഷ് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ച് നിന്ന്, നിധി, നാട്ടുകാരെല്ലാം വന്നോണ്ടിരിക്കുക, അവരോരോന്ന് പറഞ്ഞു നടക്കാതിരിക്കാനാ ഇതെല്ലാം ചെയ്തു വെച്ചത് തന്നെ എന്നവൻ പറയുമ്പോൾ, എന്തായാലും ഞാനിവിടുന്ന് പോവേണ്ടവളാ. ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് നാളെ ഞാൻ തിരിച്ചു പോയാൽ അവരൊന്നും പറഞ്ഞു നടക്കില്ലേ? അവർക്ക് നമ്മൾ ചെയ്തത് കൂടുതൽ വലിയ തെറ്റായല്ലേ തോന്നൂ. നമ്മൾ എല്ലാരെയും വഞ്ചിക്കുക, ഇത് ശരിയല്ല. ഇനി ഇതുമായി മുന്നോട്ട് പോവാൻ ഞാനില്ല. ദയവ് ചെയ്ത് വീട്ടിലെല്ലാവരോടും സത്യം പറ. അവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഈ നിമിഷം എന്നെ ഇവിടെ ഇറക്കി വിട്ടാലും വേണ്ടില്ല, ഞാൻ സഹിച്ചോളാം. പ്ലീസ് അവരോടൊന്ന് പറ. ഇനിയും കൂടുതൽ തെറ്റിലേക്ക് നമ്മൾ പോവാൻ പാടില്ല, പ്ലീസ് ഒക്കെ നിധി യാചിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും വേണ്ടാതെ നിൽക്കണ കണ്ട് എന്താ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. നിധി, ഈ ഒരു കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഒരു മണിക്കൂർ അല്ലെങ്കിൽ വേണ്ട, ഒരു 1/2 മണിക്കൂർ അവിടെ വന്നിരുന്നൂടെ?
പ്ലീസ് ഒരു കോളേജ് നാടകം പോലെ മാത്രം എന്ന് സുധീഷ് പറയുമ്പോൾ ഇങ്ങനെയാ നിങ്ങൾ സ്റ്റേഷനിൽ വെച്ചും സംസാരിച്ചത്. ഡ്രാമ എന്ന് പറഞ്ഞ് നടന്ന കല്യാണം അവസാനം ലീഗലായി. ഇനിയും കൂടുതൽ കുരുങ്ങാൻ എനിക്ക് വയ്യ. നമുക്കിതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പറയണോ? നിധി ചോദിക്കുമ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പോവാൻ തുടങ്ങിയ നിധി ഡോറിനടുത്തെത്തുമ്പോഴേക്കും വേണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സുധീഷും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നിധിയും ടെൻഷനോടെ ആ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. സുധീഷ് മുറ്റത്ത് നിൽക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൻ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ മറ്റോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏയ് എന്തിന്, അങ്ങനൊന്നുമില്ല എന്ന് സുധീഷും. എടാ, അവളുടെ അച്ഛന്റെ കാര്യത്തിൽ നമുക്കൊരു വിഷമവും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വന്ന് സുധീഷ് ഏട്ടാ, ഇയാള് സുഭാഷ് ഏട്ടനോട് അങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം വന്നതുകൊണ്ടാ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി എന്ന് പറയുന്നുണ്ട്. അത് വിടടാ പോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ എടാ സുധീഷേ, നിധി എന്താ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തയ്യാറാവുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ടെത്തുന്നുണ്ട്. ഭാഗ്യം, എടാ ആ കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട വേണ്ട, അതൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ശരി എന്നാ നീ വേഗം പോയി കുളിക്ക്, ഇപ്പൊ തന്നെ താമസിച്ചു ചെല്ല് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പോവാൻ തുടങ്ങിയ സുധീഷ് തന്റെ മുന്നിൽ സങ്കടത്തോടെ നിൽക്കുന്ന നികേഷിനെ കണ്ട് നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ടെൻഷനോടെ റിസപ്ഷൻ നടക്കും അല്ലേ ഏട്ടാ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോടാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എടാ സുധീഷ് പറഞ്ഞില്ലേ നിധി ഇപ്പോൾ ഇറങ്ങുമെന്ന്, പിന്നെന്താന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അടികൂടുന്നത് കണ്ട് ഏട്ടത്തി എത്രമാത്രം പേടിച്ചു എന്നറിയാമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സോറി ഇടാന്ന് ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. മതി മതി, ആ സംസാരം ഇനി വേണ്ട, നീ വേഗം പോയി റെഡി ആവു സുധീഷേ എന്ന് സുഭാഷ് പറയുമ്പോൾ അതെ അതെ ആകെ വല്ലാണ്ടിരിക്കുന്നു, വേഗം ചെല്ലെന്ന് നികേഷും പറയുന്നുണ്ട്. എല്ലാവരും ഓരോ തിരക്കിലേക്ക് നീങ്ങുമ്പോഴേക്കും നികേഷും സന്തോഷത്തോടെ ആ സ്റ്റേജിലെ ഒരുക്കങ്ങളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറുന്ന സുധീഷ് എന്തു ചെയ്യും ദൈവമേ, എങ്ങനെ അവളെയും കൊണ്ട് ആ സ്റ്റേജിലേക്ക് എത്തും എന്നൊക്കെ തന്റെ ഷർട്ട് അഴിച്ചുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവൻ ഷവറിന്റെ അടിയിലേക്ക് ചെന്ന് വല്ലാത്ത കുടുക്കായി പോയല്ലോ, ഈശ്വര ഒന്ന് സഹായിക്കണേ എന്നൊക്കെ ടെൻഷനോടെ ഓർത്ത് ആ ഷവറിനടിയിൽ തന്നെ നിൽപ്പാ. നിധി ടെൻഷനോടെ കട്ടിലിരിക്കുമ്പോഴാണ് സുധീഷ് കുളി കഴിഞ്ഞ് അങ്ങോട്ടെത്തുന്നത്. അവനെ കണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എന്തായി, എല്ലാം പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് പറഞ്ഞില്ലേ എന്നവൾ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൻ തലയാട്ടുമ്പോ എന്തേ എന്ന് നിധി വീണ്ടും താനൊന്ന് പുറത്തു വന്ന് നോക്ക്, മുറ്റം നിറയെ നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെയാ, എല്ലാവർക്കുമുള്ള ഭക്ഷണവും റെഡിയായി കഴിഞ്ഞു, എത്ര രൂപയാ ചിലവാക്കിയതെന്നറിയോ എന്നവൻ ചോദിക്കുമ്പോ അപ്പോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് അവരെ അറിയിക്കാൻ പാടില്ലെന്നാണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവരെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ചിലവാക്കിയ കാശിന്റെ കണക്കും പറഞ്ഞ് ഇത് ഒളിപ്പിച്ചു വെക്കാന്നാണോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എടോ ഈ സമയത്തത് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല, ഈ സമയത്ത് ഇങ്ങനൊരു ഫംഗ്ഷൻ വേണ്ടെന്ന് ഞാൻ അവരോടൊക്കെ എങ്ങനെ പറയും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതുകൊണ്ട് എന്ന് ദേഷ്യത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് നിധിയും. 1 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ വൈഫായിട്ടൊന്ന് അഭിനയിക്കാൻ എന്ന് പരുങ്ങലോടെ സുധീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് അല്ല വെറുതെ ഒന്നവിടെ വന്ന് നിന്നാ മതി എന്ന് സുധീഷും പറയുന്നുണ്ട്. ആകെ ഭ്രാന്ത് പിടിച്ച് ഓ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പറ്റില്ല, തെറ്റിനു മേലെ വീണ്ടും തെറ്റ് ചെയ്യാൻ ഇത് മനസ്സിലാവുന്നില്ലേ എന്ന് നിധിയും ഒച്ചയെടുത്ത് ചോദിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ വഴി എന്താണെന്ന് അറിയില്ല, ഇതിപ്പോ ഞാൻ കാരണം എന്റെ വീട്ടുകാർ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോൾ സത്യം പറയാതിരുന്ന അവരിനിയും വിഷമിക്കുകയല്ലേ ഉള്ളൂ എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോ അത് പറഞ്ഞ അവർ ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് പോവില്ലേ, അതൊന്ന് മനസ്സിലാക്ക് പ്ലീസ് എന്ന് കൈകൂപ്പിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. അഭിനയിച്ചത് മതി, ഇനി എനിക്ക് വയ്യ എന്ന് നിധി പറയുമ്പോ എടോ തനിക്കൊരു പ്രശ്നം വന്നപ്പോ ഞാൻ കൂടെ നിന്നില്ലേ, അതുപോലൊരു ഹെൽപ്പ് അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ ശരിയാ ഇയാൾ എന്നെ സഹായിച്ചു, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിനു പകരം ഇത് എന്നെ കൊണ്ട് വയ്യ, ഇതൊരു നിസ്സാര കാര്യമല്ല, നമുക്കിടയിൽ ഒരു റിലേഷനുമില്ല, വേറെ 2 പേര്, എന്നിട്ട് നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാര്, ഓർക്കുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് നിധി പറയുന്നുണ്ട്. നിധി നോക്ക്, പോലീസുകാര് നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് വരുത്തി തീർത്തപ്പോ ഇയാളെ രക്ഷിക്കാൻ ഞാനങ്ങനെ അഭിനയിച്ചതല്ലേ, ഇയാൾക്ക് വേണ്ടി ഒരു കല്യാണത്തിന് വരെ ഞാൻ കൂടെ നിന്നില്ലേ, അതുപോലെ ഒരു തവണ എനിക്ക് വേണ്ടി ഇയാൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗാ എന്ന് നിധി പറയുമ്പോ അയ്യോ അങ്ങനെയൊന്നുമല്ല എടോ, സത്യമായിട്ടുമല്ല,
ദേ ഈ സിറ്റുവേഷൻ ഒന്ന് ഇയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ ഞാൻ ശ്രമിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഒരു തവണ അഭിനയിക്കാൻ കൂട്ടുനിന്നതാ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. സൂര്യയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അച്ഛന്റെ കൂടെ തിരിച്ചു പോവാനും ഇഷ്ടമല്ലെന്ന് മാത്രം ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ മതിയായിരുന്നു. അത് ചെയ്യാത്തതാ ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെ സംഭവിച്ച എന്നെ സഹായിച്ചതിന്റെ പേരിൽ ഇയാളുടെ ജീവൻ എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ടാ ആ സമയത്ത് ആ നാടകത്തിന് ഞാൻ കൂട്ടുനിന്നത്. അതിന്റെ പേരിൽ ഇപ്പൊ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് ടെൻഷനോടെ നിധി പറയുന്നുണ്ട്. അങ്ങനൊന്നും ചിന്തിക്കല്ലേ നിധി, ജസ്റ്റ് ഒരു 1 hour വെറുതെ എന്റെ കൂടെ ആ സ്റ്റേജിലൊന്ന് വന്ന് നിന്നാ മതി എന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെ നിന്നാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞോളാം എന്ന് സുധീഷ് പറയുമ്പോൾ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ? ഞാൻ എങ്ങനെയുള്ള പെണ്ണാണെന്ന് അവര് കരുതും എന്ന് നിധി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അയ്യോ, എന്നെ ഒന്ന് വെറുതെ വിടാമോ എന്ന് ടെൻഷനോടെയും ദേഷ്യത്തോടെയും നിധി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.